ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും കാറ്റത്തെ കിളിക്കൂടിന്റെ വരാനിരിക്കുന്ന ഒരു എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. ഈ റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. ഡിവോഴ്സിനായി നിധിയും സുധീഷും കോടതിയിലേക്ക് ചെല്ലുന്നുവെങ്കിലും വ്യക്തമായ കാരണങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ജഡ്ജ് അവരെ കൗൺസിലിംഗിന് വിടുകയാണ്. സുധീഷിന് നിധിയെ ഇഷ്ടമാണെന്ന് കൗൺസിലർമാർ മനസ്സിലാക്കുകയും ഒരുമിച്ച് ജീവിക്കാനായി അവരെ നിർബന്ധിക്കുകയുമാണ്. എന്നാൽ നിധി ഡിവോഴ്സ് വേണമെന്നുള്ള തീരുമാനത്തിൽ തന്നെയാണ്. തുടർന്ന് ഡിവോഴ്സിൽ നിന്നും നിധിയെ പിന്തിരിപ്പിക്കാനായി വിവാഹം നടത്തിക്കൊടുത്ത പോലീസുകാരൻ ഗോപിയെ കാണുകയാണ് സുധീഷ്. ഗോപി ചോദിക്കുന്നു, സുധീഷ്, നിന്റെ വിവാഹ ജീവിതമൊക്കെ എങ്ങനെയുണ്ട്? അങ്ങനെ അങ്ങ് പോകുന്നുവെന്ന് സുധീഷ് പറയുമ്പോൾ ഗോപി ചോദിക്കുന്നു, ആ കുട്ടിയുടെ വീട്ടിൽ നിന്നും അച്ഛനും അമ്മയും ചേട്ടനും ഒക്കെ നിങ്ങളെ കാണാൻ വന്നായിരുന്നോ? ഇപ്പോഴും അവര് പിണക്കത്തിൽ തന്നെയാണോ? അപ്പൊ സുധീഷ് പറയുന്നു, നിധിയുടെ അച്ഛൻ ഞങ്ങളുടെ വീട്ടിലേക്ക് വന്ന് നല്ലൊരാളെ പോലെ സ്നേഹത്തോടുകൂടി സംസാരിച്ച് എന്നെയും നിധിയും ഒരാഴ്ച നിധിയുടെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോകാന്ന് പറഞ്ഞു. ഞങ്ങള് വിശ്വസിച്ചു പോയി. പക്ഷേ അയാൾ എന്തോ പ്ലാൻ ചെയ്യുന്നുണ്ടോന്ന് എനിക്ക് സംശയം ഉണ്ടായിരുന്നു. പക്ഷേ എന്നെ കൊന്നുകളയാൻ അയാൾ തീരുമാനിക്കുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല സർ. നീ എന്താടാ ഈ പറയുന്നതെന്ന് ഗോപി ചോദിക്കുമ്പോൾ സുധീഷ് പറയുകയാണ്, അതെ സർ, എന്റെ അമ്മായിയച്ഛൻ ഒരു ബാഗ് നിറയെ പണവും സ്വർണവും തന്നിട്ട് ഒരു സ്ഥലത്ത് കൊണ്ടുപോയി എത്തിക്കണമെന്ന് പറഞ്ഞു. എന്നെ വിശ്വസിച്ച അമ്മായിച്ചൻ തന്നു വിട്ടതല്ലേ, അത് കൃത്യമായി എത്തിക്കണമെന്ന് കരുതി ഞാൻ കാർ ഓടിച്ചുകൊണ്ട് പോയപ്പോൾ വഴിയിൽ ഗുണ്ടകളെ നിർത്തി ആ പണവും സ്വർണവും മോഷ്ടിപ്പിച്ച അയാൾ. എന്നിട്ട് വീട്ടിലുള്ളവരോട് ഞാനാണ് അത് മോഷ്ടിച്ചെന്ന് പറഞ്ഞു. അതുപോരാഞ്ഞ് എന്നെ തട്ടിക്കൊണ്ടുപോയി കെട്ടിയിട്ട് തല്ലി ചതയ്ക്കുകയായിരുന്നു. എന്നെ കൊന്നുകളയാനുള്ള പ്ലാനും ഉണ്ടായിരുന്നു അയാൾക്ക്. എന്റെ ഭാഗ്യം കൊണ്ടാ ഞാൻ അവിടുന്ന് രക്ഷപ്പെട്ടത്. ഇല്ലെങ്കിൽ സാറേ എന്നെ ഇപ്പൊ കാണില്ലായിരുന്നു. ഗോപി ചോദിക്കുന്നു, അടുത്ത് നടന്നതാണോ? നീ എന്നോടൊരു വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ നിന്റെ അമ്മായിയച്ഛനെ ഞാൻ അകത്താക്കിയേനെ. സുധീഷ് പറയുന്നു, എന്താണെങ്കിലും അയാൾ എന്റെ അമ്മായിയച്ഛനല്ലേ സർ, എങ്ങനെ എനിക്ക് അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും? ഇത് കേട്ട് ഗോപി പറയുകയാണ്, ഈ നല്ല മനസ്സ് അയാൾക്ക് മനസ്സിലായില്ലല്ലോ. അപ്പൊ സുധീഷ് പറയുകയാണ്, എന്റെ നല്ല മനസ്സ് അമ്മായിയച്ഛന് മാത്രമല്ല അയാളുടെ മകൾക്കും അറിയില്ല. നീ എന്താടാ ഈ പറയുന്നതെന്ന് ഗോപി ചോദിക്കുമ്പോൾ സുധീഷ് പറയുകയാണ്, എന്റെ ഭാര്യയ്ക്ക് ഡിവോഴ്സ് വേണമെന്ന്. ഞെട്ടി ഗോപി ചോദിക്കുന്നു, ഡിവോഴ്സോ? നീ എന്തിനാടാ എന്നെ ഇങ്ങനെ ഞെട്ടിക്കുന്നത്? ഇത്രയൊക്കെ നടന്നതിന് ശേഷവും ആ പെണ്ണ് നിന്നോട് ഡിവോഴ്സ് ചോദിക്കുന്നു. നീ നേരത്തെ ആ കുട്ടി ഡിവോഴ്സ് ചോദിക്കുന്നെന്ന് പറഞ്ഞല്ലേ എന്നെ കാണാൻ വന്നത്? ഞാൻ ആ കാര്യം ആ കുട്ടിയോട് സംസാരിച്ചതുമാണല്ലോ. ഇത് കേട്ട് സുധീഷ് പറയുകയാണ്, അതെ സർ, സാറ് സംസാരിച്ചതിന് ശേഷമാണ് നിധി ഡിവോഴ്സ് എന്ന വാക്ക് പറയാതിരുന്നത്. പക്ഷെ ഇപ്പോൾ വീണ്ടും ഡിവോഴ്സ് വേണമെന്ന് പറഞ്ഞുള്ള പിടിവാശിയില്ല. ഗോപി ചോദിക്കുന്നു, സുധീഷ്, എന്തിനാടാ ഒരു പെണ്ണ് ഇടയ്ക്കിടയ്ക്ക് ഡിവോഴ്സ് ചോദിക്കുന്നത്? നീ ആ പെണ്ണിനെ ഒരുപാട് കഷ്ടപ്പെടുത്തുന്നുണ്ടോ? അപ്പൊ സുധീഷ് പറയുകയാണ്, ഞാൻ എന്തിനാ അവളെ കഷ്ടപ്പെടുത്തുന്നത്? സാറിന് സംശയം ഉണ്ടെങ്കിൽ നിധിയോട് തന്നെ ചോദിച്ചു. നിധി പറയുന്ന വാക്കിന് മറുവാക്ക് പോലും ഞാൻ പറയാറില്ല. എന്റെ വീട്ടിലുള്ളവരവളെ തങ്കം പോലാ നോക്കുന്നത്. ഇത് കേട്ട് ഗോപി ചോദിക്കുകയാണ്, പിന്നെന്താ പ്രശ്നം? ഡിവോഴ്സ് ചോദിക്കാൻ കാരണങ്ങളൊന്നും ഇല്ലല്ലോ. വീണ്ടും ആ കുട്ടിയുടെ അച്ഛൻ എന്തെങ്കിലും പ്ലാൻ ചെയ്യുന്നുണ്ടോ മകളെ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി? ഇത് കേട്ട് സുധീഷ് പറയുകയാണ്, അയ്യോ അങ്ങനെയൊന്നും ഇല്ല സർ, അവള് ഡിവോഴ്സ് വാങ്ങിയിട്ട് എന്റെ വീട്ടിൽ തന്നെ താമസിക്കാനുള്ള പ്ലാനില്ല. ഇത് കേട്ട് ഗോപി ചോദിക്കുന്നു, ഇത് എന്തൊരു പുതുമയാ? ഡിവോഴ്സ് വാങ്ങിയിട്ട് നിന്റെ വീട്ടിൽ താമസിക്കാനോ? അതെങ്ങനെയാ നിന്റെ വീട്ടിൽ താമസിക്കുക? അപ്പൊ സുധീഷ് പറയുകയാണ്, അവളും എന്റെ കുടുംബവുമായി അത്രയ്ക്ക് അടുത്ത ബന്ധത്തിലാ. സുഭാഷ് ചേട്ടൻ എന്റെ ചേട്ടനാണെന്ന് പറയുന്നതിനേക്കാളും നല്ലത് അവളുടെ ചേട്ടനാണെന്ന് പറയുന്നതായിരിക്കും. എന്റെ ഇടയനിയൻ നികേഷ് ഏട്ടത്തി ഏട്ടത്തി എന്ന് വിളിച്ച അവൾക്ക് വേണ്ടി ജീവൻ കളയും. എന്റെ വീട്ടിലെല്ലാവർക്കും നിധി ഒരുപാട് ഇഷ്ടമാണ്. എന്റെ ചേട്ടനെയും അനുജന്മാരെയും നിധി സ്വന്തം ചേട്ടനായിട്ടും അനിയന്മാരുമായിട്ടാ കാണുന്നത്. അതുകൊണ്ട് വീട് വിട്ടൊന്നും പോകില്ല സർ. പക്ഷേ എന്നിൽ നിന്നും ഡിവോഴ്സ് വേണം. ഇത് കേട്ട് ഗോപി പറയാണ്, ഇത് കൊള്ളാലോ, നിന്നെ വേണ്ട, നിന്റെ കുടുംബത്തിനെ വേണം. അവരെ എല്ലാവരെയും ബന്ധുക്കളായി അംഗീകരിച്ച ആ കുട്ടി നിന്നെ ഭർത്താവായി അംഗീകരിക്കാത്തത് എന്താ? അപ്പൊ സുധീഷ് പറയുകയാണ്, ഇത് തന്നെയാ ഞാനും ചോദിച്ചത്. കല്യാണം പെട്ടെന്ന് നടന്നതല്ലേ, ഇത്ര പെട്ടെന്ന് കല്യാണം കഴിക്കണമെന്ന അവളുടെ പ്ലാനിലില്ലായിരുന്നെന്ന്. അതുകൊണ്ട് ഡിവോഴ്സ് മേടിച്ചിട്ട് പിന്നെ എന്ത് വേണമെന്ന് ആലോചിക്കാമെന്ന്. ഇത് കേട്ട് ഗോപി പറയുകയാണ്, കല്യാണത്തിന് മുമ്പേ എന്തൊക്കെയാണോ ചെയ്യണമെന്ന് വിചാരിച്ചത് കല്യാണത്തിന് ശേഷവും അത് ചെയ്യാലോ. ആ കുട്ടി പഠിക്കുകയോ ജോലി ചെയ്യുകയോ ലക്ഷ്യങ്ങൾ നേടിയെടുക്കുകയോ എന്താന്ന് വെച്ചാൽ ചെയ്യട്ടെ. ഇത് കേട്ട് സുധീഷ് പറയുകയാണ്, ഇത് പറഞ്ഞാൽ അവള് മനസ്സിലാക്കണ്ടേ? ഡിവോഴ്സ് വാങ്ങിയേ പറ്റൂന്ന് പറഞ്ഞ് എന്നെയും കൂട്ടി വക്കീലിനെ കാണാൻ പോയി. കോർട്ടിൽ പോയി ഡിവോഴ്സ് അപ്ലൈ ചെയ്യുകയും ചെയ്തു. ഇങ്ങനെ പോയാൽ കുറച്ചു നാളിനുള്ളിൽ അവൾ ഡിവോഴ്സ് വാങ്ങും. ഇത് കേട്ട് ഗോപി പറയുകയാണ്, ഇതൊന്നും വേണ്ടെന്ന് നിനക്ക് പറഞ്ഞുകൂടായിരുന്നോ? ആ പെണ്ണ് വിളിച്ചോണ്ട് നീ എന്തിനാ കോർട്ടിലേക്ക് പോയത്? അപ്പൊ സുധീഷ് പറയുകയാണ്, സാർ, ഞാൻ ഒരുപാട് പറഞ്ഞു നോക്കി, അവള് കേൾക്കണ്ടേ? ഞാനാണെങ്കിൽ അവൾ എന്ത് ചോദിച്ചാലും കൊടുത്ത് ശീലിച്ചു പോയി. കല്യാണം കഴിക്കണമെന്ന് പറഞ്ഞു, കല്യാണം കഴിച്ചു. ഇപ്പൊ ഡിവോഴ്സ് വേണമെന്ന് പറയുന്നു, അതും കൊടുക്കാൻ ഞാൻ റെഡിയായി സർ. അങ്ങനെ സുധീഷ് വിഷമത്തോടു കൂടി ഇരിക്കുമ്പോൾ ഗോപി ചോദിക്കുന്നു, എന്താടാ ഇത്? ബർത്ത്ഡേക്ക് ചോക്ലേറ്റും കേക്കും വാങ്ങി കൊടുക്കുന്നത് പോലെയാണല്ലോ നീ പറയുന്നത്. ഇത് കേട്ട് സുധീഷ് പറയുകയാണ്, ചോക്ലേറ്റ് ചോദിക്കുന്നത് പോലെയാണ് സാർ അവൾ ഡിവോഴ്സ് ചോദിക്കുന്നത്. എനിക്ക് അവളെ എന്ത് ഇഷ്ടമാണെന്നുള്ള കാര്യം അവള് മനസ്സിലാക്കുന്നതേ ഇല്ല. ഇപ്പൊ എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല സർ. അങ്ങനെ സുധീഷ് കരയുമ്പോൾ ഗോപി പറയുകയാണ്, സുധീഷ് കരയാതെ. ആണുങ്ങൾ കരയുന്നത് കണ്ടാൽ എന്റെ മനസ്സിന് താങ്ങാൻ കഴിയില്ല. സുധീഷ്, നീ ആദ്യം കണ്ണീര് തുടയ്ക്ക്. കണ്ണീര് തുടച്ച് സുധീഷ് പറയുന്നു, സാറ് വേണം എന്നെ സഹായിക്കാൻ. അവളെ ഡിവോഴ്സ് ചെയ്തിട്ട് ഞാൻ എന്ത് ചെയ്യാനാ? അവളാണ് എന്റെ ജീവിതം എന്ന് വിചാരിച്ചാണ് ഞാൻ
മുന്നോട്ട് ജീവിക്കുന്നത്. അവളെ ഡിവോഴ്സ് ചെയ്താൽ പിന്നെ ഞാൻ എങ്ങനെ ജീവിക്കും സർ? ഇതൊന്നും അവൾക്ക് മനസ്സിലാകുന്നതേ ഇല്ല സർ. സാറിനോടൊരു കാര്യം പറയട്ടെ, ഞാൻ എന്റെ അച്ഛനും ഞാനും കൂടി ശരിയാകില്ല. അന്ന് പോലീസ് സ്റ്റേഷനിൽ വെച്ച് കല്യാണം നടന്നപ്പോൾ സാറിനെയാ ഞാൻ അച്ഛനായും വല്യച്ഛനായും ചിറ്റപ്പനായും അമ്മാവനായും ഒക്കെ കണ്ടത്. ഇപ്പൊ ഡിവോഴ്സ് ചോദിച്ചാൽ ഞാൻ എന്ത് ചെയ്യും സർ? അങ്ങനെ ഗോപിയുടെ കയ്യിൽ പിടിച്ച് സുധീഷ് പറയുകയാണ്, സാറ് വേണം ഞങ്ങളെ വീണ്ടും ഒന്നിപ്പിക്കാൻ. സാറല്ലാതെ എനിക്ക് വേറെ ആരാ ഉള്ളത്? പ്ലീസ് സാർ എന്ന് പറഞ്ഞ സുധീഷ് കരയുമ്പോൾ ഗോപി പറയുകയാണ്, കരയാതെ സുധീഷേ, നീ വിഷമിക്കേണ്ട, എല്ലാം ഞാൻ ശരിയാക്കാം. ഇത്രയും നല്ലൊരു പയ്യനെ വേണ്ടാന്ന് വെക്കാൻ ആ കുട്ടിക്ക് എങ്ങനെ മനസ്സ് വരുന്നു? ഇക്കാലത്തെ കുട്ടികൾ ഇങ്ങനെയായി പോയത് എന്താണെന്ന് അറിയില്ല. നീ സമാധാനമായിട്ടിരിക്കും, ഞാൻ ആ കുട്ടിയോട് സംസാരിക്കട്ടെ. ഡിവോഴ്സ് വേണ്ടാന്ന് ഞാൻ ആ കുട്ടിയോട് പറയാം. നീ വിഷമിക്കാതെ, ഞാൻ എല്ലാം നോക്കിക്കോളാം. സുധീഷ് ചോദിക്കുന്നു, സാർ എനിക്ക് വേണ്ടി സംസാരിക്കോ? അപ്പോൾ ഗോപി പറയുകയാണ്, ഞാൻ സംസാരിക്കാം, ഉറപ്പായിട്ടും നിനക്ക് വേണ്ടി ഞാൻ സംസാരിക്കും. ഗോപിയുടെ കയ്യിൽ പിടിച്ച് കരഞ്ഞുകൊണ്ട് സുധീഷ് പറയുന്നു, നന്ദിയുണ്ട് സാർ. എങ്ങനെയെങ്കിലും നിധിയോട് സംസാരിച്ച് ഞങ്ങളെ രണ്ടുപേരെയും ഒന്നിപ്പിക്കണം സാർ. അവളില്ലെങ്കിൽ എനിക്ക് ജീവിതം ഇല്ല സാർ. അപ്പോൾ ഗോപി പറയുന്നു, ശരി, ഞാൻ സംസാരിക്കാം. നീ ആദ്യം കണ്ണീരുടയ്ക്ക്, കരയരുത്. തുടർന്ന് ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് വന്ന സുഭാഷ് നിധിയോട് ചോദിക്കുന്നു, മോള് വന്നായിരുന്നോ? നിങ്ങള് ഡിവോഴ്സിന് അപ്ലൈ ചെയ്തോ? പുഞ്ചിരിച്ച നിധി പറയുന്നു, അപ്ലൈ ചെയ്ത് സുഭാഷേട്ടാ. ഇത് കേട്ട് ടെൻഷനോടുകൂടി നിൽക്കുകയാണ് സുഭാഷും നികേഷും. ഡിവോഴ്സ് കിട്ടിയോന്ന് സുഭാഷ് ചോദിക്കുമ്പോൾ നികേഷ് പറയുകയാണ്, സുഭാഷേട്ടാ ഉടനെ ഒന്നും ഡിവോഴ്സ് കിട്ടില്ല. അപ്പൊ നിധി പറയുകയാണ്, ഇതിനൊക്കെ സമയം എടുക്കും സുഭാഷേട്ടാ. ഇപ്പൊ അപ്ലൈ ചെയ്താൽ 6 മാസത്തിന് ശേഷമേ ഡിവോഴ്സ് കിട്ടൂ. ഇത് കേട്ട് സമാധാനത്തോടു കൂടി സുഭാഷ് ചോദിക്കുന്നു, ഓ അങ്ങനെയാണോ? 6 മാസം എടുക്കുമോ? അവിടെ എന്താ നടന്നത് മോളെ? അപ്പോൾ നിധി പറയുകയാണ്, ജഡ്ജി ഞങ്ങളെ വിളിച്ച് ഡിവോഴ്സ് ചെയ്യാനുള്ള കാരണത്തെ കുറിച്ചൊക്കെ ചോദിച്ചു. എന്നിട്ട് ജഡ്ജ് ഞങ്ങളെ കൗൺസിലിങ്ങിന് വിട്ടു. രണ്ടുപേര് ഞങ്ങളോട് സംസാരിച്ചു. നിങ്ങൾ തമ്മിലുള്ള പ്രശ്നം എന്താണ്, എന്തിനാണ് നിങ്ങൾ പിരിയുന്നതെന്നൊക്കെ അവര് ചോദിച്ചു. ഓ അങ്ങനെയൊക്കെ ചോദിക്കുമെന്ന് സുഭാഷ് ചോദിക്കുമ്പോൾ നികേഷ് പറയുകയാണ്, സുഭാഷേട്ടാ അങ്ങനെയൊന്നും ഡിവോഴ്സ് ചോദിച്ചാൽ ഉടനെ കിട്ടില്ല. ഇത് കേട്ട് നിധി പറയുകയാണ്, അതെ സുഭാഷേട്ടാ, കല്യാണം മാത്രമേ ഉടനെ നടത്താൻ പറ്റൂ. ഡിവോഴ്സ് അത്ര പെട്ടെന്നൊന്നും നടത്താൻ പറ്റില്ല. കൗൺസിലിംഗിൽ എന്നോട് തനിച്ച് സംസാരിച്ചു, അതിനുശേഷം സുധീഷിനോടും തനിച്ച് സംസാരിച്ചു. പിന്നെ കോർട്ട് തന്നെ വേറൊരു ഡേറ്റ് തന്നു. കല്യാണം കഴിക്കാൻ പോകുമ്പോൾ രണ്ടുപേരും കല്യാണത്തിന് റെഡിയാണോ എന്നൊന്നും ആരും ചോദിക്കില്ല. കല്യാണം കഴിഞ്ഞ് പിരിയാൻ തീരുമാനിക്കുമ്പോൾ മാത്രം ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കുന്നു. നികേഷ് ചോദിക്കുന്നു, ഏട്ടത്തി സുധീഷേട്ടൻ ഓക്കെ അല്ലായിരുന്നോ? ഇത് കേട്ട് നിധി ചോദിക്കുകയാണ്, നീ എന്താ അങ്ങനെ ചോദിക്കുന്നത്? അപ്പൊ നികേഷ് പറയുകയാണ്, സുധീഷേട്ടനെ ഇതുവരെ കണ്ടില്ല, അതുകൊണ്ടാ ചോദിച്ചത്. തുടർന്ന് ചായക്കടയിൽ നിന്നും ചായയും പലഹാരങ്ങളും ഒക്കെ കഴിച്ചതിന് ശേഷം സുധീഷിനെ കൊണ്ട് കാശ് കൊടുപ്പിച്ച് ഗോപി നിധിയുടെ ഫോണിലേക്ക് വിളിക്കുകയാണ്. സുധീഷ് പറയുന്നു, സാറേ സ്പീക്കറിലിട്. ഇത് കേട്ട് ഗോപി ഫോൺ സ്പീക്കറിലിടുകയാണ്. കോള് കണ്ട് ടെൻഷനോടുകൂടി നിധി മനസ്സിൽ പറയുകയാണ്, ഗോപി സാർ ആണല്ലോ വിളിക്കുന്നത്. ഒരു മിനിറ്റ് സുഭാഷ് ഏട്ടാ എന്ന് പറഞ്ഞ് നിധി ഫോൺ അറ്റൻഡ് ചെയ്യുമ്പോൾ ഗോപി പറയുകയാണ്, മോളെ ഞാൻ ഗോപി പോലീസാ വിളിക്കുന്നത്. ഇത് കേട്ട് നിധി പറയുകയാണ്, മനസ്സിലായില്ലല്ലോ. അപ്പോൾ ഗോപി പറയുന്നു, മനസ്സിലായില്ലേ, വാമനപുരം പോലീസ് സ്റ്റേഷനിലെ കോൺസ്റ്റബിൾ ഗോപിയാ വിളിക്കുന്നത്. നിങ്ങളുടെ കല്യാണം നടത്തി തന്നില്ലേ ഗോപി പോലീസ്? ഇത്ര പെട്ടെന്ന് എന്നെ മറന്നുപോയോ? സാർ ഒരു മിനിറ്റ് എന്ന് പറഞ്ഞ് നിധി പുറത്തേക്ക് ഇറങ്ങിയിട്ട് പറയുന്നു, പറയൂ സാർ. അപ്പോൾ ഗോപി പറയുകയാണ്, ഞാൻ അന്നേ മോളോട് പറഞ്ഞതല്ലേ ഡിവോഴ്സ് ചെയ്യാൻ പാടില്ലാന്ന്. ഇപ്പം വക്കീലിനെ പോയി കണ്ട് സംസാരിച്ച് കോർട്ടിലൊക്കെ പോയിട്ട് വന്നതല്ലേ. സാറിനോട് ആരാ ഇതൊക്കെ പറയുന്നതെന്ന് നിധി ചോദിക്കുമ്പോൾ ഗോപി ടെൻഷനോടുകൂടി സുധീഷിനെ നോക്കുകയാണ്. സുധീഷ് പതിയെ പറയുന്നു, ആര് പറയുന്നതെന്നുള്ളത് പ്രധാനമല്ല, എന്തിനാണ് നിധി ഇങ്ങനെ ചെയ്യുന്നതെന്ന് ചോദിക്കുക. ഇത് കേട്ട് ഗോപി പറയുകയാണ്, ദേ നോക്ക് മോളെ, ആര് പറഞ്ഞു എന്നുള്ളതല്ല ഇവിടുത്തെ കാര്യം, മോൾ എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? അപ്പൊ നിധി പറയുകയാണ്, ഇല്ല സാർ, ഞങ്ങൾ ഒരുമിച്ച് പോകില്ല, ഞങ്ങൾ രണ്ടുപേരും സെറ്റ് ആകുന്നില്ല സാർ, അത് ഡിവോഴ്സിന് അപ്ലൈ ചെയ്തത്. ഇത് കേട്ട് ഗോപി ചോദിക്കുന്നു, അതെങ്ങനെ ശരിയാകും മോളെ? നിങ്ങളുടെ ഇഷ്ടത്തിന് കല്യാണം കഴിക്കുന്നു, 6 മാസം പോലും ഒരുമിച്ച് ജീവിക്കാതെ അതിനുള്ളിൽ ഡിവോഴ്സ് വേണമെന്ന് പറയുന്നു. ഇതിന്റെയൊക്കെ അർത്ഥം എന്താ? ഇതൊക്കെ തെറ്റല്ലേ? ഞങ്ങൾ എന്ത് റിസ്ക് എടുത്താ നിങ്ങളുടെ കല്യാണം നടത്തിയത്? സുധീഷ് പതിയെ ഗോപിയോട് പറയുന്നു, ഡിവോഴ്സിന്റെ കാര്യം നിധിയുടെ വീട്ടിൽ അറിയാമോന്ന് ചോദിക്കും സാറേ. ഇത് കേട്ട് ഗോപി ചോദിക്കുന്നു, കുട്ടി ഡിവോഴ്സിന് അപ്ലൈ ചെയ്ത കാര്യം കുട്ടിയുടെ വീട്ടിൽ അറിയുമോ? ടെൻഷനോടുകൂടി നിധി പറയുന്നു, ഇല്ല സാർ, അവർക്കാർക്കും അറിയില്ല. ഇത് കേട്ട് ഗോപി പറയുകയാണ്, എന്താ മോളെ ഇത്, വീട്ടിൽ കല്യാണം കഴിക്കാൻ പോകുന്ന കാര്യം പറഞ്ഞില്ല, ഡിവോഴ്സ് ചെയ്യാൻ പോവുകയാണെന്നും പറയുന്നില്ല. ഇതൊക്കെ അവരറിഞ്ഞാൽ ഒരുപാട് വിഷമിക്കില്ലേ? അന്ന് പോലീസ് സ്റ്റേഷനിലേക്ക് ഓടി വന്ന് മോളുടെ അച്ഛന്റെയും ചേട്ടന്റെയും മുന്നിൽ വെച്ച് കെട്ടുവാണെങ്കിൽ ഇവനെ കെട്ടുകയുള്ളൂ എന്ന് പറഞ്ഞില്ലേ? സുധീഷ് പതിയെ പറയുന്നു, സാർ സാർ, ഇങ്ങനെ പറഞ്ഞാൽ അവള് മനസ്സിലാക്കില്ലേ ഞാൻ അടുത്തുണ്ടെന്ന്? ഒന്ന് പതറി ഗോപി പറയുന്നു, അന്ന് പോലീസ് സ്റ്റേഷനിൽ വെച്ച് കല്യാണം കഴിക്കുകയാണെങ്കിൽ ആ സുധീഷിനെ കല്യാണം കഴിക്കുമെന്ന് പറഞ്ഞ് പ്രശ്നം ഉണ്ടാക്കിയതല്ലേ മോള്? ഞങ്ങൾ നിങ്ങളുടെ കല്യാണവും നടത്തി തന്നു. ഇപ്പൊ ഡിവോഴ്സ് ചോദിക്കുന്നതിന്റെ അർത്ഥം എന്താ നിങ്ങളുടെ ഇടയിലുള്ള പ്രശ്നം? ഈ കാലത്തെ കുട്ടികൾക്ക് വിചാരിച്ചാൽ ഉടനെ എല്ലാം നടക്കണം. മോളെ ഇത് ജീവിതത്തിന്റെ കാര്യമാ, പെട്ടെന്നൊരു തീരുമാനം എടുക്കാൻ പാടില്ല. കുറച്ചുകൂടി പരസാർന്ന സുധീഷ് പതിയെ പറയുമ്പോൾ ഗോപി ചോദിക്കുന്നു, ഇനിയും പറയണോ? ഡിവോഴ്സിന് അപ്ലൈ ചെയ്താൽ അകത്താക്കുമെന്ന് പറയണോ? മര്യാദയ്ക്ക് ഞാൻ പറയുന്നത് കേൾക്കണം. കോർട്ടിൽ പോയി ഡിവോഴ്സ് വേണ്ടാന്ന് പറയണം. ഇല്ലെങ്കിൽ ഞാൻ കുട്ടിയുടെ വീട്ടിലേക്ക് ചെന്ന് എന്താണ് നിങ്ങളുടെ മകൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് ചോദിക്കും. ഇത് കേട്ട് നിധി ടെൻഷനോടുകൂടി സാറിന് വിളിക്കുമ്പോൾ ഗോപി പറയുകയാണ്, പിന്നെ എന്താ വിചാരിച്ചത് കുട്ടി? കല്യാണം കഴിപ്പിച്ച് വിട്ടതോടുകൂടി പോലീസുകാരുടെ ജോലി തീർന്നെന്ന് വിചാരിച്ചോ? നിങ്ങൾ
നിങ്ങൾ നന്നായി ജീവിക്കുന്നുണ്ടെന്ന് ഞങ്ങൾ ശ്രദ്ധിക്കും. നിങ്ങളെ ഫോളോ ചെയ്യുക എന്നുള്ളതും ഞങ്ങളുടെ ജോലിയാ. മോള് മോളുടെ ഭർത്താവിനോട് സംസാരിച്ച് ഒരുമിച്ച് ജീവിക്കാൻ ഒരു തീരുമാനം എടുക്കുന്നതാ നല്ലത്. അല്ലാതെ ഡിവോഴ്സ് ചെയ്യാനായി കോർട്ടിലേക്ക് പോവുകയൊന്നും അല്ല വേണ്ടത്. നിങ്ങൾ രണ്ടുപേരും കൂടി ഒരുമിച്ച് ജീവിക്കാൻ തീരുമാനിച്ചിട്ട് നിങ്ങൾ രണ്ടുപേരും കൂടി എന്നെ വിളിക്കണം. ഇനിയും ഡിവോഴ്സ് ചെയ്യണമെന്നാണ് ചിന്തയെങ്കിൽ ഞാൻ ഇങ്ങനെ വിളിക്കില്ല. നേരെ കുട്ടിയുടെ വീട്ടിലേക്ക് പോവുകയുള്ളൂ. ശരി മോളെ, ഞാൻ വെക്കുവാണെന്ന് പറഞ്ഞ ഗോപി ഫോൺ കട്ട് ചെയ്യുകയാണ്. ഹലോ എന്ന് പറഞ്ഞ നിധി ഫോണും പിടിച്ച ടെൻഷനോട് കൂടി നിൽക്കുമ്പോൾ സൂപ്പർ സാർ എന്ന് പറഞ്ഞ് ഗോപിയെ കെട്ടിപ്പിടിച്ച ഉമ്മ കൊടുക്കുകയാണ് സുധീഷ്. സംശയത്തോടുകൂടി നിധി മനസ്സിൽ പറയുകയാണ്, ഗോപി സാറിനോട് ആരാ ഇതൊക്കെ പറഞ്ഞു കൊടുക്കുന്നത്? പോലീസ് ഫോണിൽ വിളിച്ച് ഇങ്ങനെയൊക്കെ ചോദിക്കൂ? തുടർന്ന് സുധീഷ് ഫോണിൽ നോക്കിയിരിക്കുമ്പോൾ അവിടേക്ക് വന്ന നിധിയെ ചുറ്റും നോക്കിയിട്ട് എല്ലാവരും എവിടെയെന്ന് ചോദിക്കുകയാണ്. സുധീഷ് പറയുന്നു, സുഭാഷ് ഏട്ടൻ തുണി കഴുകി വിരിക്കുന്നു. ഹരീഷും നികേഷും കടയിൽ പോയെന്ന് തോന്നുന്നു. എന്താ നിധി? അപ്പൊ നിധി പറയുകയാണ്, ഒന്നുമില്ല, വെറുതെ ചോദിച്ചതാ. ചുറ്റും നോക്കിയിട്ട് നിധി പതിയെ സുധീഷിന്റെ അരികിലേക്ക് വന്നിരിക്കുമ്പോൾ സുധീഷ് പുഞ്ചിരിച്ച് നിധിയെ നോക്കുകയാണ്. ഗോപി സാർ സുധീഷിനെ വിളിച്ചായിരുന്നു എന്ന് സുധീഷ് ചോദിക്കുമ്പോൾ ഗോപി സാറോ? അപ്പൊ നിധി പറയുകയാണ്, നമ്മുടെ കല്യാണം നടത്തി തന്നില്ലേ ആ ഗോപി സാറ്. ഓ, ആ ഗോപി സാറോ എന്ന് സുധീഷ് ചോദിക്കുമ്പോൾ നിധി പറയുകയാണ്, സുധീഷിനെ വിളിച്ചായിരുന്നോ? അപ്പൊ സുധീഷ് പറയുകയാണ്, എന്നെ എന്തിനാ വിളിക്കുന്നത്? എന്നെയും വിളിച്ചിട്ടില്ല. അപ്പൊ നിധി പറയുകയാണ്, പക്ഷെ എന്നെ വിളിച്ചായിരുന്നു. ഗോപി സാർ എന്നെ രണ്ടാമത്തെ തവണയാണ് വിളിക്കുന്നത്. നമ്മൾ പണ്ട് അഡ്വക്കേറ്റിനെ കാണാൻ പോയപ്പോൾ എന്നെ വിളിച്ചായിരുന്നു. വീണ്ടും നമ്മള് ഡിവോഴ്സിന്റെ പ്രോസസ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ എന്നെ വിളിച്ചിരിക്കുന്നു. അതാ സുധീഷിനെ വിളിച്ചോന്ന് ഞാൻ ചോദിച്ചത്. അപ്പൊ സുധീഷ് പറയുകയാണ്, ഇല്ല നിധി. ഒരു മിനിറ്റ് എന്ന് പറഞ്ഞ ഫോണിൽ നോക്കിയിട്ട് സുധീഷ് പറയുകയാണ്, എനിക്ക് അങ്ങനെ ഒരു കോളും വന്നിട്ടില്ല നിധി. ഗോപി സാർ എന്താ പറഞ്ഞത്? അപ്പൊ നിധി പറയുകയാണ്, എന്തിനാണ് ഡിവോഴ്സ് ചെയ്യുന്നത്? നിങ്ങൾ ഡിവോഴ്സ് ചെയ്യാൻ വേണ്ടിയാണോ ഞങ്ങൾ കഷ്ടപ്പെട്ട് നിങ്ങളുടെ കല്യാണം നടത്തിയത്? ഡിവോഴ്സ് ചെയ്യാൻ പാടില്ല, ഒരുമിച്ച് ജീവിക്കണമെന്നൊക്കെയാ പറഞ്ഞത്. എന്തിനാണ് ഒരു പോലീസുകാരെ നമ്മളെങ്ങനെ ഫോളോ ചെയ്യുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. അവര് നമ്മുടെ കല്യാണം നടത്തി തന്നു, അതുകൊണ്ട് നമ്മൾ എന്താണ് ചെയ്യുന്നത്? ഒരുമിച്ച് ജീവിക്കുന്നുണ്ടോ അതോ ഡിവോഴ്സ് ചെയ്യാൻ പോവുകയാണോ? ഇതൊക്കെ എന്തിനാ അവർ അന്വേഷിക്കുന്നത്? ഇത് കേട്ട് സുധീഷ് പറയുകയാണ്, അങ്ങനെ അവര് അന്വേഷിക്കുമായിരിക്കും. അപ്പൊ നിധി പറയുകയാണ്, സുധീഷ് എനിക്ക് ചില സംശയങ്ങളുണ്ട്. ആരാ ഗോപി സാറിനോട് നമ്മൾ ഡിവോഴ്സിനായി കോടതിയിൽ പോയ കാര്യം പറഞ്ഞത്? സുധീഷ് ആണോ പറഞ്ഞത്? അപ്പൊ സുധീഷ് പറയുകയാണ്, ഞാനോ? ഞാൻ എന്തിനാ ഈ കാര്യമൊക്കെ ഗോപി സാറിനോട് പറയുന്നത്? അപ്പൊ നിധി ചോദിക്കാണ്, നിങ്ങൾ ആരും പറയാതെ എങ്ങനെയാണ് ഗോപി സാർ ഈ കാര്യമൊക്കെ അറിയുന്നത്? ഒന്ന് പതറി സുധീഷ് പറയുകയാണ്, ഒരുപക്ഷെ കോർട്ടിൽ നിന്ന് വിളിച്ചു പറഞ്ഞതായിരിക്കും. ഇത് കേട്ട് നിധി ചോദിക്കാണ്, എന്താ സുധീഷ് ഇത്? കോർട്ടിൽ നിന്ന് ആരെങ്കിലും പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു പറയോ? ഇത് കേട്ട് സുധീഷ് പറയുകയാണ്, അത് ശരിയാ, കോർട്ടിൽ നിന്നല്ലെങ്കിൽ പിന്നെ നമ്മുടെ വക്കീലായിരിക്കും. അന്നൊരിക്കൽ നമ്മൾ ഡിവോഴ്സിന് അപ്ലൈ ചെയ്യാൻ പോയപ്പോൾ വക്കീല് പറഞ്ഞല്ലേ ഗോപി സാർ അറിഞ്ഞത്? നിധി അങ്ങനെ പറഞ്ഞതായി എനിക്ക് ഓർമ്മയിലുണ്ട്, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഇത് കേട്ട് നിധി വക്കീലിന്റെ ഫോണിലേക്ക് വിളിക്കുമ്പോൾ സുധീഷ് തടയാനായി ശ്രമിക്കുകയാണ്. രാത്രി സമയത്ത് അവരെ വിളിക്കരുതെന്നൊക്കെ പറഞ്ഞ് വക്കീല് ഫോൺ എടുക്കുന്നില്ല. അപ്പൊ സുധീഷ് പറയുകയാണ്, ഞാൻ പറഞ്ഞതല്ലേ, ഈ സമയത്തൊക്കെയാണോ വക്കീലിനെ വിളിക്കുന്നത്? വക്കീല് തിരിച്ച് നിധിയുടെ ഫോണിലേക്ക് വിളിക്കുകയാണ്. ഫോൺ അറ്റൻഡ് ചെയ്ത നിധി പറയുന്നു, മാഡം എനിക്കൊരു ഡൗട്ട്. ഞങ്ങളുടെ കല്യാണം പോലീസ് സ്റ്റേഷനിൽ വെച്ചാണ് നടന്നതെന്ന് മാഡത്തിനോട് പറഞ്ഞതല്ലേ? ഇപ്പൊ ഞങ്ങള് ഡിവോഴ്സിന് അപ്ലൈ ചെയ്ത കാര്യം മാഡം സ്റ്റേഷനിൽ അറിയിച്ചായിരുന്നു. ഇത് കേട്ട് അഡ്വക്കേറ്റ് പറയുകയാണ്, ഞങ്ങൾ എന്തിനാ ഇതൊക്കെ പോലീസ് സ്റ്റേഷനിൽ അറിയിക്കുന്നത്? അത് ഞങ്ങളുടെ ജോലിയല്ലല്ലോ. നിധി ചോദിക്കുന്നു, വേറെ എന്തെങ്കിലും ഫോർമാലിറ്റീസ് ഉണ്ട്? പോലീസ് സ്റ്റേഷനിൽ വെച്ച് കല്യാണം നടന്നതുകൊണ്ട് കോടതിയിൽ നിന്നും സ്റ്റേഷനിലേക്ക് എന്തെങ്കിലും അറിയിക്കുമോ? ഇത് കേട്ട് അഡ്വക്കേറ്റ് പറയുകയാണ്, അങ്ങനെയുള്ള റൂൾസും ഫോർമാലിറ്റീസും ഒന്നുമില്ല. സോറി മാം എന്ന് പറഞ്ഞ നിധി ഫോൺ കട്ട് ചെയ്യുകയാണ്. നിധി പറയുന്നു, ദേ നോക്ക്, സുധീഷ് അഡ്വക്കേറ്റ് പറഞ്ഞതൊന്നുമല്ല, പിന്നെ ആരായിരിക്കും പറഞ്ഞത്? അപ്പൊ സുധീഷ് പറയുകയാണ്, അതാ എനിക്കും അറിയാത്തത്. ഞാൻ വേണമെങ്കിൽ ആ ഗോപി സാറിനെ വിളിച്ച് ചോദിക്കാം. നമ്പർ എന്റെ കയ്യിലുണ്ടെന്ന് തോന്നുന്നു. ഞാൻ നാളെ വിളിച്ചിട്ട് നിധി അറിയിക്കാം. ഇപ്പൊ എനിക്കൊരു ഫ്രണ്ടിനെ വിളിക്കാനുണ്ടെന്ന് പറഞ്ഞ് സുധീഷ് അവിടെ നിന്ന് പോവുകയാണ്. നിധി ഗോപി സാറിന്റെ ഫോണിലേക്ക് വിളിച്ചിട്ട് ഒന്ന് കാണാൻ പറ്റുമോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഗോപി പറയുകയാണ്, അതിനെന്താ, കാണാലോ. എന്താ കാര്യം? നിധി പറയുകയാണ്, നേരെ കാണുമ്പോൾ പറയാം. അപ്പോൾ ഗോപി പറയുന്നു, ശരി, മോള് നേരെ സ്റ്റേഷനിലേക്ക് വരികയോ അല്ലെങ്കിൽ പുറത്ത് എവിടെയെങ്കിലും വെച്ച് കാണുകയോ ചെയ്യാം. ഞാൻ സ്റ്റേഷനിൽ തന്നെ കാണും, എന്നെ വിളിച്ചാൽ മതി. അവൻ നിധി പറയുകയാണ്, സർ ഞാൻ സ്റ്റേഷനിലേക്ക് തന്നെ വരാം. ശരി മോളെ എന്ന് പറഞ്ഞ് ഗോപി ഫോൺ കട്ട് ചെയ്യുകയാണ്. തുടർന്ന് സുഭാഷും നികേഷും ഹരീഷും നല്ല ഉറക്കത്തിൽ കിടക്കുമ്പോൾ ക്യാൻഡിലൊക്കെ വെച്ച് വീട് ഡെക്കറേറ്റ് ചെയ്യുകയാണ് സുധീഷ്. ശേഷം സ്റ്റൂളൊക്കെ കൊണ്ടുവച്ച് ഹാപ്പി ബർത്ത്ഡേ നിധി എന്നുള്ള ഒരു കേക്കും കൊണ്ടുവയ്ക്കുകയാണ് സുധീഷ്. ശേഷം സമയം നോക്കിയിട്ട് സുഭാഷിനെ തട്ടി വിളിക്കുകയാണ് സുധീഷ്. ഉറക്കത്തിൽ സുഭാഷ് സിമെന്റ് അവിടെ വെച്ചേക്കടാന്നൊക്കെ പറയുമ്പോൾ സുധീഷ് പറയുകയാണ്, സിമെന്റ് ഇവിടെ അങ്ങ് വിറക്കണ്ട, സുഭാഷ് ഒന്ന് എഴുന്നേൽക്ക്. ഉറക്കൂടർന്ന സുഭാഷ് പറയുകയാണ്, നീ ആയിരുന്നു, ഞാൻ സ്വപ്നം കണ്ടിട്ട് എന്തൊക്കെയോ പറഞ്ഞതാ. ശേഷം സുധീഷ് നികേഷിനെ തട്ടി ഉണർത്തുകയാണ്. നീ എന്തിനാണ് അവനെ വിളിക്കുന്നതെന്ന് സുഭാഷ് ചോദിക്കുമ്പോൾ ഇവ എഴുന്നേൽക്കുന്നില്ല എന്ന് പറഞ്ഞ് സുധീഷ് വീണ്ടും വീണ്ടും നികേഷിനെ ഉണർത്താനായി ശ്രമിക്കുകയാണ്. നികേഷിനെ പിടിച്ച് എഴുന്നേൽപ്പിച്ചിരുത്തിയിട്ട് എടാ ഹരീഷ് എന്ന് വിളിച്ച് സുധീഷ് ഹരീഷിനെ ചവിട്ടി ഉണർത്തുകയാണ്. ഹരീഷിന്റെ വാ പൊത്തിക്കൊണ്ട് സുധീഷ് പറയുന്നു, ബഹളം വെക്കരുതടാ. ഹരീഷ് ചോദിക്കുന്നു, ഉറങ്ങുമ്പോൾ എന്തിനാ വിളിച്ചുണർത്തിയത്? നല്ല വേദന എടുക്കുന്നുണ്ട്. അപ്പൊ സുധീഷ് പറയുകയാണ്, വേദനിക്കട്ടെ, എങ്കിലേ ഉണർന്നിരിക്കും നീ. ഇത് കേട്ട് ഹരീഷ് പറയുകയാണ്, എന്തിനാ 12 മണിക്ക് വിളിച്ചുണർത്തുന്നത്? ഇത് കേട്ട് സമയം നോക്കി സുധീഷ് പറയുകയാണ്, 12 മണിയായോ? 11:40 ആയതേ ഉള്ളൂ, ഇനി 20 മിനിറ്റ് ഉണ്ട്. നികേഷ് ചോദിക്കുന്നു, എന്തിനാ സുധീഷ് ഏട്ടാ ഞങ്ങളെ എങ്ങനെ വിളിച്ചു
വിളിച്ചുണർത്തി ടോർച്ചർ ചെയ്യുന്നത്? അപ്പോൾ സുധീഷ് പറയുകയാണ്, എടാ 12 മണിയായാൽ നിധിയുടെ പിറന്നാളാ. ഇത് കേട്ട് പുഞ്ചിരിച്ച് ചുറ്റും നോക്കുകയാണ് അവർ. നികേഷ് ചോദിക്കുന്നു, സുധീഷ് ഏട്ടാ ഇതെല്ലാം എന്താ? സുധീഷ് ഏട്ടൻ എങ്ങനെ അറിയായിരുന്നു? അപ്പൊ സുധീഷ് പറയുകയാണ്, എന്താടാ എന്റെ ഭാര്യയുടെ പിറന്നാൾ എനിക്ക് അറിഞ്ഞൂടെ? അപ്പൊ നികേഷ് പറയുകയാണ്, ഇന്ന് ബർത്ത്ഡേ ആണെന്ന ഒരു വാക്കുപോലും ഏട്ടത്തി എന്നോട് പറഞ്ഞില്ല. ഇത് കേട്ട് സുധീഷ് പറയുകയാണ്, പിന്നെ അവള് വന്നിട്ട് ഇന്ന് എന്റെ ബർത്ത്ഡേ ആണെന്ന് പറയും. സർപ്രൈസ് ആയിട്ട് കേക്ക് കട്ട് ചെയ്യണ്ടേ? എല്ലാവരും എഴുന്നേക്ക്, സമയമാകുന്നു എന്ന് സുധീഷ് പറയുമ്പോൾ സുഭാഷ് പറയുകയാണ്, നമുക്ക് 12 മണിക്ക് തന്നെ കേക്ക് കട്ട് ചെയ്യണം. സുധീഷ് പറയുന്നു, നിങ്ങൾ എല്ലാവരും എഴുന്നേൽക്ക്. ഇത് കേട്ട് നികേഷും സുഭാഷും എഴുന്നേറ്റ് പോകുമ്പോൾ ഉറക്കം തൂങ്ങിയിരിക്കുകയാണ് ഹരീഷ്. എഴുന്നേക്കട ഹരീഷ് എന്ന് പറഞ്ഞ് സുധീഷ് ഹരീഷിനെ പിടിച്ചെഴുന്നേൽപ്പിച്ച് അവരുടെ ഒപ്പം തള്ളിവിടുകയാണ്. ശേഷം എല്ലാവരും മുഖം കഴുകി അവിടേക്ക് വരികയാണ്. നികേഷ് ചോദിക്കുന്നു, സുധീഷ് ഏട്ടാ ഞാൻ പോയി ഏട്ടത്തെ വിളിക്കട്ടെ? അപ്പൊ സുധീഷ് പറയുകയാണ്, വേണ്ടടാ ഞാൻ പോയി അവളെ വിളിക്കാം. നീ പോയി വിളിച്ചാൽ നീയാണ് ഇതെല്ലാം ചെയ്തതെന്ന് അവള് വിചാരിക്കില്ലേ? 12 മണി ആവട്ടെ, ഞാൻ പോയി കറക്റ്റ് ആയിട്ട് വിളിക്കാം. അവിടെ ഇരിക്കുന്ന 2 കേക്കുകളിലേക്ക് ശ്രദ്ധിച്ചിട്ട് നികേഷ് ചോദിക്കുന്നു, സുധീഷ് ഏട്ടാ ഇതെന്തിനാ 2 കേക്ക്? അപ്പൊ സുധീഷ് പറയുകയാണ്, ഈ കേക്ക് നമുക്ക് എല്ലാവർക്കും, മറ്റേ കേക്ക് നിധിക്ക് മാത്രം. അങ്ങനെ ലവിന്റെ ഷേപ്പുള്ള കേക്ക് കാണിക്കുകയാണ് സുധീഷ്. എങ്ങനെയുണ്ട്? സിംബോളിക്കായി എന്റെ പ്രണയം പറയുവാ ഞാൻ. നിധി അത് മനസ്സിലാക്കും. സന്തോഷത്തോടുകൂടി സുഭാഷും നികേഷും നന്നായിട്ടുണ്ടെന്ന് പറയുന്നു. അപ്പൊ ഹരീഷ് പറയുകയാണ്, പെട്ടെന്ന് ഏട്ടത്തിയെ വിളിച്ച് കേക്ക് കട്ട് ചെയ്യ്, ഉറക്കം വരുന്നു. ഇത് കേട്ട് സുധീഷ് പറയുകയാണ്, നികേഷെ അവന്റെ മുഖത്തേക്ക് കുറച്ച് വെള്ളം കോരി ഒഴിക്ക്, സമയമാകുന്നു, ഞാൻ പോയി നിധിയെ വിളിക്കാം. അപ്പൊ സുഭാഷ് പറയുകയാണ്, നീ ചെന്ന് വിളിച്ചാൽ എന്തെങ്കിലും പ്രശ്നമായാലോ? ഞാൻ പോയി വിളിക്കാം. അപ്പൊ സുധീഷ് പറയുകയാണ്, വേണ്ട സുഭാഷ് ഏട്ടാ, ഞാൻ പോയി വിളിച്ചാൽ നിധിക്ക് ഒന്നും പറ്റില്ല. ബർത്ത്ഡേ ആഘോഷിക്കാനല്ലേ വിളിക്കുന്നത്. അങ്ങനെ സുധീഷ് വാതിലിൽ തട്ടി നിധിയെ വിളിക്കുകയാണ്. ഉറക്കം ഉണർന്ന നിധി എന്താ ഈ സമയത്ത് വിളിക്കുന്നതെന്ന് പറഞ്ഞ് വാതിൽ തുറന്ന് നിധി ചോദിക്കുന്നു, എന്താ സുധീഷ്? ഒരു മിനിറ്റ് എന്ന് പറഞ്ഞ് റോസാപ്പൂക്കളുടെ ഒരു ബൊക്കെ എടുത്ത് നീട്ടിക്കൊണ്ട് സുധീഷ് പറയുന്നു, ഹാപ്പി ബർത്ത്ഡേ. വിശ്വസിക്കാനാകാതെ സന്തോഷത്തോടു കൂടി അത് വാങ്ങി നിധി പറയുന്നു, താങ്ക് യു. സുധീഷ് എങ്ങനെ അറിഞ്ഞത്? അപ്പൊ സുധീഷ് പറയുകയാണ്, അതൊക്കെ അറിഞ്ഞു. നിധി വാ. ഹോളൊക്കെ ഡെക്കറേറ്റ് ചെയ്തിരിക്കുന്നത് കണ്ട് നിധി സന്തോഷത്തോടു കൂടി ചുറ്റും നോക്കുമ്പോൾ ഹാപ്പി ബർത്ത്ഡേ പാടുകയാണ് നികേഷും സുഭാഷും ഹരീഷും. നിധിക്ക് കൈ കൊടുത്തുകൊണ്ട് സുഭാഷും ഹരീഷും നികേഷും ഹാപ്പി ബർത്ത്ഡേ പറയുകയാണ്. കേക്ക് ഒക്കെ ഉണ്ടല്ലോ എന്ന് നിധി പറയുമ്പോൾ സുധീഷ് പറയുകയാണ്, നിധിക്ക് വേണ്ടി ഞാൻ വാങ്ങിച്ചോണ്ട് വന്നതാ. നിധി ചോദിക്കുന്നു, ഇതെന്താ 2 കേക്ക്? അപ്പൊ സുധീഷ് പറയുകയാണ്, ഈ കേക്ക് നമുക്ക് എല്ലാവർക്കും. ഈ ചെറിയ കേക്ക് നിധിക്ക് വേണ്ടി ഞാൻ സ്പെഷ്യൽ ആയിട്ട് വാങ്ങിച്ചോണ്ട് വന്നതാ. ഇത് മൊത്തം നിധി തന്നെ കഴിക്കണം. നിധി ചോദിക്കുന്നു, എന്താ സുധീഷ് ഞാൻ അങ്ങനെ ഈ കേക്ക് മുഴുവൻ കഴിക്കുക? അപ്പൊ സുധീഷ് പറയുകയാണ്, അതൊക്കെ കഴിക്കാം, ചെറിയ കേക്ക് അല്ലേ. നികേഷ് പറയുന്നു, സുധീഷ് ഇട്ടാ സമയായി. ഇത് കേട്ട് ദേഷ്യത്തോടു കൂടി നികേഷിനെ ഒന്ന് നോക്കിയിട്ട് സുധീഷ് പറയുകയാണ്, നിധി കേക്ക് കട്ട് ചെയ്യാം. അങ്ങനെ സുധീഷ് കത്തിയെടുത്ത് നിധിയുടെ കയ്യിലേക്ക് കൊടുക്കുമ്പോൾ നിധി വളരെ സന്തോഷത്തോടു കൂടി എല്ലാവരെയും നോക്കുകയാണ്. എല്ലാവരും ഹാപ്പി ബർത്ത്ഡേ പാടുകയും നികേഷ് ഫോണിൽ വീഡിയോ എടുക്കുകയുമാണ്. കട്ട് ചെയ്യട്ടെ എന്ന് നിധി ചോദിക്കുമ്പോൾ കട്ട് ചെയ്യ നിധി എന്ന് സുധീഷ് പറയുകയാണ്. നിധി സന്തോഷത്തോടു കൂടി കേക്ക് കട്ട് ചെയ്യുമ്പോൾ പാർട്ടി പോപ്പ് പൊട്ടിക്കുകയാണ് ഹരീഷും സുധീഷും. എല്ലാവരും വളരെ സന്തോഷത്തോടു കൂടി ചുറ്റും നോക്കുകയും നിധി കേക്ക് കട്ട് ചെയ്ത് ഒരു പീസ് കയ്യിലേക്ക് എടുക്കുമ്പോൾ സുധീഷ് ആകാംക്ഷയോടുകൂടി അരികിലേക്ക് നിൽക്കുകയാണ്. നിധി കേക്ക് സുധീഷിന്റെ അരികിലേക്ക് കൊണ്ടുവരുമ്പോൾ സുധീഷ് പതിയെ വാ തുറക്കുകയാണ്. സുധീഷ് എന്ന് പറഞ്ഞ് നിധി കേക്ക് പീസ് സുധീഷിന്റെ കയ്യിലേക്ക് കൊടുക്കുന്നു. ശേഷം അടുത്ത പീസ് കട്ട് ചെയ്ത് നിധി നികേഷിന്റെ നേരെ നീട്ടുമ്പോൾ നികേഷ് കൈ നീട്ടുകയാണ്. കൈ തട്ടി മാറ്റി നികേഷിന്റെ വായിലേക്ക് കേക്ക് വെച്ച് കൊടുക്കുകയാണ് നിധി. ഇത് കണ്ട് വിഷമത്തോടുകൂടി നിധി ഒന്ന് നോക്കിയിട്ട് സന്തോഷത്തോടുകൂടി അവരെ നോക്കുകയാണ് സുധീഷ്. സുഭാഷിനും ഹരീഷിനും കേക്ക് എടുത്തു കൊടുക്കുകയാണ് നിധി. കേക്ക് കഴിച്ചുകൊണ്ട് നിധി ചോദിക്കുന്നു, ഇതൊക്കെ എപ്പോ വാങ്ങി? അപ്പൊ സുഭാഷ് പറയുകയാണ്, ഇവൻ എപ്പോഴാ വാങ്ങിയെന്ന് ഞങ്ങൾ ആരും അറിഞ്ഞില്ല നിധി. സുധീഷ എല്ലാ ഏർപ്പാടുകളും ചെയ്ത് 11:30 മണിക്ക് ഞങ്ങളെ വിളിച്ചുണർത്തിയത്. എടാ നീ എപ്പോഴാ കേക്കൊക്കെ വാങ്ങിയത്? അപ്പൊ സുധീഷ് പറയുകയാണ്, ഞാൻ 11 മണിക്ക് പോയി വാങ്ങിട്ട് വന്നതാ. ബേക്കറി അടയ്ക്കാൻ സമ്മതിച്ചില്ല, അവിടെ തന്നെ ഇരുന്ന് കേക്ക് വാങ്ങിച്ചോണ്ട് വന്നു. എല്ലാവരും പുഞ്ചിരിച്ച് സുധീഷിനെ നോക്കുമ്പോൾ സുധീഷ് പറയുകയാണ്, കേക്ക് വെക്കാൻ നമ്മുടെ വീട്ടിൽ ഫ്രിഡ്ജില്ലല്ലോ, അതുകൊണ്ടാ ഞാൻ 11 മണിക്ക് പോയി വാങ്ങിച്ചാൽ 12 മണിക്ക് കേക്ക് കട്ട് ചെയ്യാലോ എന്ന് വിചാരിച്ചത്. ഇത് കേട്ട് നികേഷ് പറയുന്നു, സൂപ്പർ സുധീഷ് ഏട്ടാ. ഉറക്കം തൂങ്ങി അവിടേക്ക് വന്ന ഭാസ്കരൻ ചോദിക്കുന്നു, ഇന്നെന്താ ദീപാവലിയാണോ? അപ്പൊ നിധി പറയുകയാണ്, ഇന്ന് എന്റെ ബർത്ത്ഡേയാ, എനിക്ക് വേണ്ടി കേക്ക് വാങ്ങിച്ചുകൊണ്ട് വന്ന് സുധീഷ് അത് കട്ട് ചെയ്യുകയായിരുന്നു. സന്തോഷത്തോടു കൂടി ഭാസ്കരൻ ചോദിക്കുന്നു, ഇന്ന് മോളുടെ ബർത്ത്ഡേ ആണോ? ഹാപ്പി ബർത്ത്ഡേ. മോക്ക് വേണ്ടി ഞാനൊരു പാട്ട് പാടട്ടെ? ഇത് കേട്ട് നിധി പുഞ്ചിരിച്ചു മൂടുമ്പോൾ ഭാസ്കരൻ പാട്ട് പാടുകയാണ്. നിധി കേക്ക് കട്ട് ചെയ്ത് ഭാസ്കരന്റെ നേരെ നീട്ടുമ്പോൾ ഭാസ്കരൻ പറയുകയാണ്, മോൾ അത് ഇവിടെ വെച്ചോ, ഞാൻ ബാത്റൂമിൽ പോയിട്ട് വന്നിട്ട് കഴിച്ചോളാം. ഹാപ്പി ബർത്ത്ഡേ മോളെ എന്ന് പറഞ്ഞ് ഭാസ്കരൻ ബാത്റൂമിലേക്ക് പോവുകയാണ്. ചെറിയ കേക്ക് കാണിച്ചുകൊണ്ട് സുധീഷ് പറയുകയാണ്, ആ കേക്കും കൂടി കട്ട് ചെയ്യാം. അപ്പൊ നിധി പറയുകയാണ്, ആ കട്ട് ചെയ്യാം. ഈ സമയം ബാത്റൂമിൽ നിന്ന് വരുന്ന ഭാസ്കരൻ തറയിലിരിക്കുന്ന ആ കേക്കിലേക്ക് ചവിട്ടുകയാണ്. ദേഷ്യത്തോടു കൂടി ഭാസ്കരൻ ചോദിക്കുന്നു, എന്താടാ ഇത്? കേക്കിലേക്കൊന്ന് നോക്കി ഞെട്ടി നിൽക്കുകയാണ് എല്ലാവരും. ഭാസ്കരൻ ചോദിക്കുന്നു, എന്താണ് വഴി കൊണ്ട് വെച്ചിരിക്കുന്നത്? കേക്കിലാണോ ചവിട്ടുന്നതെന്ന് സുധീഷ് ദേഷ്യത്തോടു കൂടി ചോദിക്കുമ്പോൾ ഭാസ്കരൻ പറയുകയാണ്, വീടിന്റെ നടുക്കാണോ കൊണ്ടുപോയി കേക്ക് വെക്കുക? എന്റെ കാല് പോയി, ഞാൻ പോയി കാല് കഴുകിയിട്ട് വരാന്ന് പറഞ്ഞ ഭാസ്കരൻ അവിടെ നിന്ന് പോകുമ്പോൾ ഇയാളെ ഞാനിന്ന് പറഞ്ഞ് സുധീഷ് പിന്നാലെ പോകാനായി തുടങ്ങുകയാണ്. തടഞ്ഞുകൊണ്ട് സുഭാഷ് പറയുന്നു, വേണ്ടടാ വിട്ടേക്ക്, ഒരു കേക്ക് കട്ട് ചെയ്ത് നമ്മൾ എല്ലാവരും കഴിച്ചില്ലേ? അപ്പൊ സുധീഷ് പറയുകയാണ്,
പറയുകയാണ്, അതല്ല സുഭാഷ് ഏട്ടാ, ആ കേക്ക് ഞാൻ ആഗ്രഹിച്ചു വാങ്ങിച്ചതാ. നിധി വിഷമത്തോടുകൂടി സുധീഷിനെ നോക്കുമ്പോൾ ഹരീഷ് പറയുന്നു, സുധീഷ് ഏട്ടാ അത് വിട്, കേക്ക് ഒക്കെ കട്ട് ചെയ്ത് നമ്മൾ നല്ല സന്തോഷമായിട്ട് നിൽക്കുകയല്ലായിരുന്നു. അപ്പൊ സുധീഷ് പറയുന്നു, എന്നാലും ഞാൻ ആഗ്രഹിച്ചു വാങ്ങിച്ചതല്ലേ ആ കേക്ക്. അപ്പൊ നിധി പറയുകയാണ്, സാരമില്ല സുധീഷേ, ഈ കേക്ക് സൂപ്പർ ആയിരുന്നു. അപ്പൊ സുഭാഷ് പറയുകയാണ്, ഹരീഷ് ആ കേക്ക് കൊണ്ടുപോയി പുറത്തു കളാം. ഹരീഷ് കേക്ക് പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ വിഷമത്തോടുകൂടി നിൽക്കുകയാണ് സുധീഷ്. തുടർന്ന് ഹരീഷ് അകത്തേക്ക് വരുമ്പോൾ ഒരു പീസ് കേക്ക് എടുത്ത് നിധി പറയുന്നു, സുധീഷ് എനിക്ക് ഈ കേക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു, നല്ല ഫ്ലേവർ ആയിരുന്നു. നികേഷ് ചോദിക്കുന്നു, ഏട്ടത്തിയുടെ വീട്ടില് ഇതേപോലെ കേക്ക് ഒക്കെ കട്ട് ചെയ്യില്ലായിരുന്നു. അപ്പൊ നിധി പറയുകയാണ്, കേക്ക് കട്ട് ചെയ്യുമായിരുന്നു, പക്ഷെ ഇതേപോലെ രാത്രി 12 മണിക്കൊന്നും കട്ട് ചെയ്തിട്ടില്ല. 12 മണിക്ക് ഫ്രണ്ട്സിൽ ചിലര് വിളിച്ച് വിഷ് ചെയ്യാറുണ്ട്. ഇപ്പൊ നമ്പർ മാറ്റിയില്ലേ, അതുകൊണ്ട് ആരും വിളിക്കില്ല. 12 മണിക്ക് കേക്ക് കട്ട് ചെയ്യുന്നത് ആദ്യമായിട്ടാ. അങ്ങനെ നിധി സന്തോഷത്തോടു കൂടി കേക്ക് കഴിക്കുമ്പോൾ സുധീഷ് പുഞ്ചിരിച്ച് എല്ലാവരെയും നോക്കുകയാണ്. അപ്പൊ നിധി പറയുന്നു, സുധീഷ് താങ്ക് യു, ഞാനിത് പ്രതീക്ഷിച്ചതേ ഇല്ല. വീട്ടിൽ മുഴുവൻ ക്യാൻഡിൽ വെച്ച് ബൊക്കെയൊക്കെ തന്നു കറക്റ്റ് 12 മണിക്ക് ഈ വർഷം കേക്ക് കട്ട് ചെയ്യുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. താങ്ക് യു സോ മച്ച്. ഇത് കേട്ട് സുധീഷ് സന്തോഷത്തോടു കൂടി നിൽക്കുമ്പോൾ സുഭാഷ് പറയുകയാണ്, ഈ കേക്ക് നമുക്ക് എടുത്തു വെക്കാൻ പറ്റില്ലല്ലോ, നമ്മുടെ വീട്ടിൽ ഫ്രിഡ്ജില്ലല്ലോ, ഞാൻ എല്ലാവർക്കും ഓരോ പീസ് കട്ട് ചെയ്ത് തരാം. അങ്ങനെ സുഭാഷ് കേക്ക് കട്ട് ചെയ്ത് എല്ലാവർക്കും കൊടുക്കുകയാണ്. നിധി വളരെ സന്തോഷത്തോടു കൂടി അവരോട് സംസാരിച്ച് കേക്ക് കഴിക്കുമ്പോൾ സ്നേഹത്തോടു കൂടി നിധിയെ തന്നെ നോക്കി നിൽക്കുകയാണ് സുധീഷ്. ഈ സീരിയലിന്റെ കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്